അവൻ്റെ അമ്മ വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയാണെന്ന് അവരുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരുപാട് പേര് പറഞ്ഞു. ആ സ്ത്രീയും പല ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങൾ മോളെ അയക്കുന്നതൊക്കെ കൊള്ളാം, അവളെ സൂക്ഷിക്കണം. ഞാനിതിലൊരു പ്രതിയല്ല, പക്ഷേ എനിക്ക് അറിഞ്ഞൂടാ സാർ. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഒരു നോട്ടം കൊണ്ടുപോലും ആ കൊച്ചിനെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. ഒരച്ഛനും അമ്മയും അന്തി ഉറങ്ങുന്നത് ഒരു ശവക്കല്ലറയിൽ. വീടില്ലാത്തത് കൊണ്ടല്ല അവർ ഇവിടെ ഉറങ്ങുന്നത്. കടുത്ത പ്രണയത്തിൽ അകപ്പെട്ടുപോയ മകളും സദാസമയവും മദ്യപിച്ച് അബോധാവസ്ഥയിലാകുന്ന മരുമകനും ജാതിയുടെ പേരിലും സ്ത്രീധനത്തിന്റെ കുറവിലും യുദ്ധം നടത്തുന്ന ഒരമ്മായിയും കാരണം ഇവർക്ക് ഇങ്ങനെ ആകേണ്ടി വന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 10-ാം നാളായി. സന്ധ്യ കഴിഞ്ഞ് യുവമിഥുനങ്ങൾ കിടപ്പറയിലെത്തി. അവിടെ നിന്നും രണ്ടുപേരും പിന്നെ എത്തിയത് ശവക്കല്ലറയിലേക്കും. ഒരാൾ ജീവനോടെയും മറ്റൊരാൾ ജീവനില്ലാതെയും. ഭാര്യയുടെ ശവക്കല്ലറയിലെത്തിയ ഭർത്താവ് എന്തിനാണ് വെട്ടുകത്തിയും മാരകായുധങ്ങളും കൊണ്ടുവന്നത്? ബിബിനോടൊപ്പം ഉറങ്ങാൻ കിടന്ന സോന കയറിൽ കിടന്ന് പിടയ്ക്കുമ്പോഴും കൂടെ കിടന്ന ബിബിൻ ഇതൊന്നും അറിഞ്ഞില്ലേ? ഇങ്ങനെ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന ബിബിൻ 1.5 വർഷം സ്നേഹിച്ചാണ് സോനയെ സ്വന്തമാക്കിയത്. മരുമകനാകാൻ പോന്നവന്റെ ദൂഷ്യ സ്വഭാവങ്ങൾ നാട്ടിൽ കേട്ടറിഞ്ഞ സോനയുടെ കുടുംബം ഈ ബന്ധം ആദ്യം എതിർത്തെങ്കിലും അവളുടെ പിടിവാശിക്ക് മുന്നിൽ അവർ വഴങ്ങി. അവൻ്റെ അമ്മ വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയാണെന്ന് അവരുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരുപാട് പേര് പറഞ്ഞു. ആ സ്ത്രീയും പല ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങൾ മോളെ അയക്കുന്നതൊക്കെ കൊള്ളാം, അവളെ സൂക്ഷിക്കണം എന്ന് അനേകം പേര് എൻ്റെ കൂടെ പറഞ്ഞു. പക്ഷെ അവൻ സംരക്ഷിക്കുമല്ലോ. അവന് ഞാൻ ഈ വാർത്തയിലൊക്കെ കാണുന്നതുകൊണ്ട് വഴിയിലിട്ട് കുത്തിക്കൊല്ലണ്ട, വണ്ടി ഇടിപ്പിച്ച് കൊല്ലണ്ട, വെട്ടിക്കൊല്ലണ്ടല്ല എന്നതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ ഇതിന് അവൻ്റെ അമ്മാവന്മാരോട് പറഞ്ഞതും. അവൻ്റെ അമ്മാവന്മാരെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം അവൻ്റെ അമ്മാവന്മാരാണ് ഞങ്ങൾക്ക് ഉറപ്പ് തന്ന് അപ്പം എൻ്റെ മോളെ കൊണ്ടുപോയി. പള്ളിയിൽ വെച്ച് കെങ്കേമമായി വിവാഹവും നടന്നു. പക്ഷേ സോന വലതുകാൽ വെച്ച് കയറിയത് ഭർത്താവും അനുജനും അമ്മയും ചേർന്ന വീട്ടിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ മുറുമുറുപ്പ് തുടങ്ങി. മദ്യപാനത്തിന്റെ ആസക്തിയിൽ ബിബിൻ വിവാഹ ജീവിതത്തിന്റെ ആദ്യ ദിനങ്ങൾ പോലും മറന്നു. ജാതി പ്രശ്നം അവിടെ ഉണ്ടായി. ഞങ്ങള് ഹരിജൻ, അവര് നാടേഴ്സാണ്. അവർക്കുണ്ട്. അവര് ജാതി പറഞ്ഞ് എൻ്റെ പിള്ളയെ ആക്ഷേപിച്ചിട്ടുണ്ട്. ജാതി പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട്. അവൻ്റെ അച്ഛൻ്റെ അമ്മ പറഞ്ഞ്, എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ അടുത്ത് പറഞ്ഞു. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലാത്ത കല്യാണമാണ്. അവൻ്റെ സമ്മതത്തോട് അവന് ഇഷ്ടപ്പെട്ട അതുകൊണ്ടാണ് ഞങ്ങൾ നടത്തി കൊടുക്കുന്നത്. ഉണ്ട്. അത് മാത്രമല്ല ഞങ്ങളുടെ എനിക്ക് ഒന്നും പറ്റാത്തത് കൊണ്ട് എൻഗേജ്മെൻറ്റിന് ഒരു മുദ്രം ഇട്ട് കൊടുക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ ഒരു സ്ത്രീകളും ആ എൻഗേജ്മെൻറ്റിന് പങ്കെടുത്തിട്ടില്ല. എല്ലാവരും വന്ന ആണുങ്ങളാണ്. കാരണം ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞു, ഒരു മുദ്രം ഇടാൻ കഴിവില്ലാത്തവർ വീട്ടിൽ പെണ്ണുങ്ങൾ എന്തിനാണ് സ്ത്രീകൾ പോകുന്നത് എന്ന് ഞങ്ങളോട് ഇങ്ങനെ പറയുക ചെയ്തത്. നിങ്ങൾക്ക് ഒരു മുദ്ര ഇട്ടാൻ ഒരു മുദ്ര മാറ്റാൻ പറ്റാത്ത അടുത്ത് എന്തിനാണ് ഞങ്ങൾ സ്ത്രീകൾ വരുന്നതെന്നും പറഞ്ഞ് ആണുങ്ങൾ മാത്രമാണ് ഇത് എൻഗേജ്മെൻറ്റിന് പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ അന്ന് മുതലേ ഇവർക്ക് ഒരു ഇത് തന്നെയാണ്, അഭിപ്രായ വ്യത്യാസം തന്നെ. അനുഭവിക്കുന്ന ദുരിതങ്ങൾ അവളുടെ വീട്ടിൽ പറയാൻ സോനയ്ക്കും ആവുമായിരുന്നില്ല. കാരണം തൻ്റെ സ്വന്തം ഇഷ്ടമാണ് വിവാഹത്തിൽ എത്തിച്ചേർന്നത്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 10-ാം നാൾ ആയി. അവൻ ഒന്ന് മാറി താമസിച്ചാൽ മതിയായിരുന്നു. എൻ്റെ മോളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും. അവൻ്റെ അമ്മയുടെ സ്വഭാവം അവൻ നല്ലവണ്ണം അറിയാം. എന്തായാലും മോളെ ചതിക്കുമെന്നുള്ളത് അവൻ്റെ അമ്മയ്ക്ക് അവന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാണല്ലോ പറഞ്ഞ എൻ്റെ അമ്മയുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ സൂക്ഷിച്ച് നിൽക്കണം. അമ്മ പെട്ടെന്ന് നിൻ്റെ പുറത്തോട്ട് മറിഞ്ഞ് വീണിട്ട് പറയും, ഒരു കയ്യബദ്ധം പറ്റിയതാണ്, നീ പോയി എവിടെയെങ്കിലും തലയടിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അത് ബുദ്ധിമുട്ടാവും. അതൊക്കെ പറയണമെങ്കിൽ അവനും അവൻ്റെ അമ്മയെ പറ്റി നല്ലവണ്ണം ബോധ്യമുള്ളതുകൊണ്ടാണ് അത് പറഞ്ഞത്. വെറും 10 ദിവസം കൊണ്ട് സോനയുടെ ജീവനെടുത്ത കഥയിലെ വില്ലത്തി അമ്മായിയമ്മ പുറത്തും ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന രീതിയിൽ ഉറക്കം നടിച്ച ഭർത്താവ് വിപിൻ ഇപ്പോൾ ജയിലഴിക്ക് ഉള്ളിലുമാണ്. അമ്മായിയമ്മയ്ക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താനാണ് സോനയുടെ അച്ഛനും അമ്മയും ശവക്കല്ലറയിൽ അന്തി ഉറങ്ങി ഈ പോരാട്ടം നടത്തുന്നത്. പിന്നെ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ അച്ഛൻ്റെ അടുത്തും ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ സഹോദരന്മാർ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ സഹോദരൻ ചോദിച്ച് അവരയക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് ഭയങ്കര സ്നേഹവും കാര്യമായിരുന്നു. അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ നടന്നതായിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അവർ വലിയ ഇഷ്ടത്തോടെ തന്നെ, ഈ അയൽവാസിയൊക്കെ എല്ലാവർക്കും അറിയാം, അവരിവിടെ വന്ന് ചെയ്യും. നല്ല ഇഷ്ടത്തോടെ തന്നെ അവർ നടത്തിയത്. എൻ്റെ 2 മക്കളെ ഭാവി പോയി. പക്ഷേ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരും ഒരു തെറ്റ് ഞാനും ചെയ്തിട്ട് എൻ്റെ മക്കൾ ചെയ്തിട്ടില്ല.
അത് എനിക്ക് ഉറപ്പുണ്ട്. ഇല്ല ഇത് മരിക്കേണ്ട അന്ന് എൻ്റെ അടുത്ത് വലിയ സ്നേഹത്തോടെ എൻ്റെ എന്തൊരു സ്നേഹം അമ്മ എന്നൊക്കെ വിളിച്ച് വലിയ കാര്യമാണ്. പക്ഷേ മരിക്കേണ്ട അന്ന് എൻ്റെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞു ഇവിടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് പിറ്റേന്ന് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ച് നല്ല സ്നേഹത്തോടെ തന്നെ എൻ്റെ അടുത്ത്. പക്ഷേ എന്ന് എനിക്ക് ഒരു കാരണം ഇതുവരെ എനിക്കും അതെന്തെന്നൊരു മനസ്സിലാവണില്ല. പിന്നെ എന്തെങ്കിലും എന്നിൽ നിന്നൊരു വീഴ്ച വരാൻ കാരണം ഒരു സാധ്യതയില്ല. കാരണം ഞാൻ അങ്ങനെ എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞ് എൻ്റെ മക്കളെ ഭാവി തകർക്കാൻ ഞാൻ ഒരിക്കലും നോക്കില്ല. ഞാനിതിലൊരു പ്രതിയല്ല. പക്ഷേ എനിക്ക് അറിഞ്ഞൂടാ സാർ, ഞാൻ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഒരു നോട്ടം കൊണ്ടുപോലും ആ കൊച്ചിനെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. ആ അമ്മ എന്ന് വിളിക്കുന്ന ആ ഒരു വാക്ക് കൊടുക്കണം. എനിക്ക് പെമ്മക്കില്ലാത്തതുകൊണ്ട് ഞാൻ എന്തൊരു പറയാം, എൻ്റെ ഹൃദയം പൊളിച്ച് കാണിക്കാൻ എനിക്ക് പറ്റില്ല. അത്രയ്ക്ക് ഞാൻ ആ അവസ്ഥയിലാണ് ഞാൻ സ്നേഹിച്ചത്. ഞാനിതിലൊരു പ്രതിയല്ല. പക്ഷേ എനിക്ക് അറിഞ്ഞൂടാ സാർ, ഞാൻ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഒരു നോട്ടം കൊണ്ടുപോലും ആ കൊച്ചിനെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല.